Good afternoon, viewers. In the 15th May, Nifty എവിടെയും മൂവ് ചെയ്യുന്നില്ല. This is somewhere around 24,800. ഞാൻ രാവിലെ പറഞ്ഞ പോലെ 24,500 മിഡിലായിട്ട് നിൽക്കുകയാണ്. ഇന്ന് വീക്കിലി എക്സ്പയറിങ് കൂടിയാണ്. സോ മാർക്കറ്റിൽ വലിയ ബിഗ് മൂവ്സ് ഒന്നും കാണുന്നില്ല. സോ ഈ ബിഗ് മൂവ്സ് ഉണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റിൽ യു ഹാവ് ഫൺ ഇൻ ദ മാർക്കറ്റ്. എനിവേ ഞാനിന്ന് പറയാൻ വിചാരിച്ചൊരു സ്റ്റോക്ക് എന്ന് വെച്ചാൽ അപാർ ഇൻഡസ്ട്രീസ് എന്നൊരു കമ്പനിയാണ്. അപാർ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ കമ്പനി ഇത് ABB, സീമെൻസ്, ബെല്ല്, വാറി എഞ്ചിനീയറിംഗ് ഇതൊക്കെ അവരുടെ പിയർ ഗ്രൂപ്പാണ്. സോ ഇത് കമ്പയർ ടു ABB, സീമെൻസ് ഒക്കെ നോക്കുകയെന്ന് വെച്ചാൽ ഈ കമ്പനി എനിക്ക് കുറച്ച് ചീപ്പറായിട്ട് തോന്നുന്നു. അതിന് കാരണം അത് 37x P മൾട്ടിപ്പിൾസിൽ ട്രേഡ് ചെയ്യുന്നൊരു കമ്പനിയാണ്. സോ മാർക്കറ്റ് ക്യാപ്പിന് അതിൻ്റെ 30,989 കോടി മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട്. ഓഫ് കോഴ്സ് സീമെൻസിൻ്റെയും ABBൻ്റെയും മാർക്കറ്റ് ക്യാപ്പൊക്കെ വളരെ കൂടുതലാണ്. പക്ഷേ സീമെൻസിൻ്റെ ഞാൻ കാണുന്നത് വെച്ചാൽ അതിൻ്റെ നമ്പേഴ്സ് വലിയ നമ്പേഴ്സ് അല്ല വന്നത്. അതുപോലെ സീമെൻസിൻ്റെ സെയിൽസ് ഗ്രോത്തും -6% ആണ് കാണിക്കുന്നത്. അതേസമയത്ത് അപാർ ഇൻഡസ്ട്രീസിൻ്റെ 15% സെയിൽസ് ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസ് ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. 10.45 സെയിൽസ് ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. സീമെൻസിൻ്റെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ 18.73 കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് സീമെൻസിനെ കമ്പയർ ചെയ്യുന്നത് ഇത് വളരെ ചീപ്പറായി തോന്നുന്നു. ഇനി ഐ വിൽ കം ടു ദ കമ്പനി. ഇതൊരു വളരെ ഓൾഡ് കമ്പനിയാണ്. തീർച്ചയായും 1958 ഫോം ചെയ്ത കമ്പനി. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ജസ്റ്റ് 10 years ആഫ്റ്റർ ഫോം ചെയ്ത കമ്പനിയാണ്. ഇത് മെയിൻലി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ബേസിക്കലി ദേ ആർ മാനുഫാക്ചറിങ് കണ്ടക്ടേഴ്സ്, ട്രാൻസ്ഫോമേഴ്സ്, സ്പെഷ്യാലിറ്റി ഓയിൽസ്, പവർ ആൻഡ് ടെലികോം കേബിൾസ് ഒക്കെ ഉണ്ടാക്കുന്നൊരു കമ്പനിയാണ്. കമ്പനി ക്ലെയിം ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് ഡൊമസ്റ്റിക്കിൽ 55% സെയിൽ, എക്സ്പോർട്ടിൽ 45% സെയിലുണ്ട്. 140 കൺട്രിയിൽ ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് മെയിൻലി സൗത്ത് ഈസ്റ്റ് ഏഷ്യ, മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്ക, സൗത്ത് അമേരിക്ക ഇവിടെയൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഈ കമ്പനി മോസ്റ്റ് ഓഫ് ദി ഏരിയയിൽ ദേ ആർ ലാർജസ്റ്റ് മാനുഫാക്ചേഴ്സ് ഓൾസോ. അപ്പോൾ അതിൻ്റെ ക്യാഷ് ഫ്ലോ നോക്കുകയെന്ന് വെച്ചാൽ കമ്പനിയുടെ സെയിൽസ് ക്യാഷ് ഫ്ലോ കാണുന്നത് കഴിഞ്ഞ ക്യാഷ് ഫ്ലോ ആൻഡ് ഓപ്പറേഷൻസ് 2023 കോടി രൂപ നെഗറ്റീവായിട്ട് കാണിക്കുന്നത്. പക്ഷേ കമ്പനി ഫ്രീ ക്യാഷ് ഫ്ലോ നെഗറ്റീവാണ് കാണിക്കുന്നത്, 774 കോടിയാണ് കാണിക്കുന്നത്. പക്ഷേ ഇബിറ്റ് ലാസ്റ്റ് ഇയർ കാണിക്കുന്നത് 1515 ഇബിറ്റ് കാണിക്കുന്നുണ്ട്. സോ ഐ വിൽ കം ടു ദിസ് അപാർ ഇൻഡസ്ട്രീസിൻ്റെ സെയിൽസ് ഗ്രോത്ത് നോക്കുകയെന്ന് വെച്ചാൽ 2022 അത് ചെയ്ത് അതിൻ്റെ റവന്യൂ കാണിക്കുന്നത് 85,204 കോടി കാണിക്കുന്നുണ്ട്. 2023 കാണിക്കുന്നത് 1,32,1 കോടിയുടെ സെയിൽസ് ഗ്രോത്ത് അതിൻ്റെ റവന്യൂ കാണിക്കുന്നുണ്ട്. അതുപോലെ 2024 കാണിക്കുന്ന 1,54,000 മുകളിലുള്ള റവന്യൂ കാണിക്കുന്നുണ്ട്. സോ റവന്യൂ ഈസ് ഗോയിങ് അപ്പ്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഈ സ്റ്റോക്ക് നിങ്ങൾക്ക്